ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ധ്യാന ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സംഖ്യാപുസ്തകം 2 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അഹരോന്റെ മൂത്ത 2 പുത്രന്മാരായിരുന്നു നാദാബും അബീഹുവും. അബീഹു എന്ന പേരിൻ്റെ അർത്ഥം അയാൾ പിതാവാകുന്നു എന്നാണ്. ഇവർക്ക് പൗരോഹിത്യ പദവി നൽകിയിരുന്നതായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ നാദാബ് എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉണ്ടായിരുന്നതായിട്ട് കരുതപ്പെടുന്നു. പുരോഹിതൻ എന്ന പദത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പൗരോഹിത്യം അഥവാ പുരോഹിത ശുശ്രൂഷ മോശയിൽ നിന്നും തുടങ്ങി അത് ലേവി ഗോത്രത്തിന് നൽകപ്പെട്ടതായാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. കാരണം മോശ അഹരോനെയും മക്കളെയും പുരോഹിതരായി വേർതിരിക്കുന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നതിന് പ്രകാരം അഹരോന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിനായിരുന്നു പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുവാദം ലഭിച്ചിരുന്നത്. നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷ്യകൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യണം എന്ന് യഹോവ കൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സാക്ഷ്യകൂടാരത്തിൽ ശുശ്രൂഷ നിർവഹിച്ച നാദാബും അബീഹുവും ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവം ഇവർക്ക് പൗരോഹിത്യ പദവി നൽകുന്നു. ദൈവം ഇവർക്ക് പൗരോഹിത്യ പദവി നൽകുന്നു. നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക എന്ന് പുറപ്പാട് പുസ്തകം 28-ൽ യഹോവ മോശയോട് അരുളി ചെയ്യുന്നുണ്ട്. അതിനുശേഷം പുരോഹിതന്മാർക്ക് ധരിക്കുവാനായി മാത്രമുള്ള വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും അവിടെ നൽകുന്നുണ്ട്. ഏഫോദ്, ന്യായവിധി പതക്കം, അങ്കി, മറ്റു സ്ഥാനവസ്ത്രങ്ങൾ ഇവയാണ് അവർക്ക് നൽകേണ്ടത്. പുറപ്പാട് 28-41 അവ നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം എന്ന് പറയുന്നു. ഇവിടെ ഒരു ശുദ്ധീകരണവും പൗരോഹിത്യ പദവി നൽകി ആദരിക്കുന്നതായും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഏൽപ്പിക്കുന്ന നിയോഗങ്ങളെ സ്വീകരിക്കുകയും അവയെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാനും സാധിക്കണം. രണ്ടാമതായിട്ട്, യഹോവയുടെ കൽപ്പനയല്ലാത്തവ പ്രവർത്തിക്കുന്നു. പുരോഹിതന്മാർക്ക് നിവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ യഹോവ കൽപ്പന നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ ആരാധനാ മധ്യേ ഉണ്ടായ ഒരു തെറ്റായ സംഭവം ലേവ്യ പുസ്തകം 10-ാം വാക്യത്തിൽ കാണുന്നു. നാദാബിൻ്റെയും അബീഹുവിൻ്റെയും പാപം വ്യക്തമായി ഇവിടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ദൈവം മോശയോട് അരുളി ചെയ്യാത്തത് എന്തോ അവർ അവിടെ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്യാഗ്നി കത്തിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ആരാധന മധ്യേ അനുവദനീയമല്ലാത്തത് അവരുടെ സ്വന്തം അഭിപ്രായ പ്രകാരം അവർ അവിടെ ചെയ്യുന്നു. അതിനാൽ ആരാധനാ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി യാഗപീഠത്തിൽ നിന്നല്ലാതെ വെളിയിൽ നിന്നെടുത്ത തീ ആയിരിക്കാം ഇവിടെ അന്യാഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഹോവയുടെ കൽപ്പനയില്ലാതെ ധൂപകലശത്തിൽ തീയിട്ടത് അവരുടെ മരണത്തിന് ഇടയായി തീരുന്നു. ആ തീ വിശുദ്ധമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ആക്കിവെക്കുന്ന ഇടങ്ങളിൽ തമ്പുരാന് ഹിതകരമായത് ചെയ്ത് നമുക്ക് ജീവിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, ജീവനും ജീവിതവും പ്രവൃത്തികളും വിശുദ്ധമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.